ഒരു പക്ഷേ നാളത്തെ സാലിം ബുർഹാനി നിങ്ങളായിരിക്കും. ഒരുപാട് സാലിം ബുർഹാനെ ഈ കേരളത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് സാലിം ബുർഹാനി ഉസ്താദിനെ പോലെ നമുക്കും ആവാൻ കഴിയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പുതുപ്പറമ്പ് സ്വദേശി കുഞ്ഞി മുഹമ്മദ് മൗലവി നമ്മോട് യാത്രയായിരിക്കുന്നു. ഒരുപക്ഷെ ഈ പേര് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം അറിയപ്പെടണം എന്നില്ല. പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്കിടയിൽ, ഉസ്താദുമാർക്കിടയിൽ പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട സാലിം ബുർഹാനി ഉസ്താദ്. അങ്ങനെ പറഞ്ഞെങ്കിലേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച് ഇൽമിൻ്റെ വലിയ ലോകത്തേക്ക് ജനങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വലിയൊരു പണ്ഡിതൻ, വലിയൊരു മുസന്നിഫ്, വലിയൊരു ഗ്രന്ഥ രചയിതാവ്. അതായിരുന്നു പുതുപ്പറമ്പ് സ്വദേശിയായ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് പുതുപ്പറമ്പ് സ്വദേശിയായ സാലിം ബുർഹാനി ഉസ്താദ്. തൻ്റെ നല്ല പ്രായത്തിൽ, യൗവന പ്രായത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച് ദർസിലും കോളേജുകളിലും പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക്, മൂലയിരുട്ടിയാക്ക് എന്ന് പറയും, അവർക്ക് വലിയ ഒരു സഹായമായിരുന്നു ഉസ്താദിൻ്റെ രചനകൾ. ഉസ്താദിനെക്കുറിച്ച് കേൾക്കാത്തവരും ഉസ്താദിൻ്റെ രചനകൾ അറിയാത്തവരും അതനുഭവിക്കാത്തവരും പണ്ഡിതന്മാരിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്ന 40 വയസ്സിൽ താഴെയുള്ള, എന്തായാലും അതിനു മുകളിലും, അങ്ങനത്തെ ഇന്നത്തെ കാലത്തുള്ള പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തെ മറക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ഉസ്താദ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും ഉസ്താദ് രചിച്ച ഗ്രന്ഥങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്. ഓരോ മുതഅല്ലിമും, ഓരോ ഉസ്താദും ദർസ് നടത്തുമ്പോഴും ദർസ് പഠിക്കുമ്പോഴും കിതാബുകൾ മുതാല ചെയ്യുമ്പോഴും ഉസ്താദിൻ്റെ രചനകളും ഉസ്താദിൻ്റെ ഇബാറത്തുകളും കടന്നു വരുമ്പോൾ ഉസ്താദ് ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അതാണ് ഇൽമ് പഠിച്ചാലും ഇൽമ് രചിച്ചാലുമുള്ള വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഉസ്താദിൻ്റെ രചനകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കാലിക പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് ഉസ്താദ് നടത്തിയ രചനകൾ നമുക്ക് വലിയ പ്രചോദനമാണ്, നമുക്ക് വലിയ അറിവാണ്, നമുക്ക് വലിയ നേട്ടമാണ്. ഒരു അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണം ഉസ്താദിനെ തേടിയെത്തിയപ്പോൾ ഉസ്താദിന് വലിയൊരു അസുഖം, ഒരു മാരകമായ രോഗം ബാധിച്ചു. വലിയൊരു രോഗം ബാധിച്ച് ഉസ്താദ് വലിയ ക്ഷീണത്തിലായിരുന്നു. വലിയൊരു കടത്തിൻ്റെ പ്രയാസത്തിലേക്ക് ഉസ്താദ് മുങ്ങിത്താഴ്ന്നു. ഏതായിരുന്നാലും സുമനസ്സുകളുടെ സഹായം കൊണ്ട് കടത്തിൽ നിന്നെല്ലാം ഉസ്താദ് മുക്തനായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും ആ വലിയൊരു പരീക്ഷണങ്ങൾ, അതെല്ലാം നാളെ പരലോകത്തേക്ക് ദറജകൾ ഉയർത്താനുള്ള കാരണമായി റബ്ബ് കബൂലാക്കട്ടെ, അതങ്ങനെ മാറ്റിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഉസ്താദ് രചിച്ച ആ ഒരു കിതാബുകൾ, വലിയ 100 കിതാബുകൾ, ഉസ്താദ് അന്ന് അത്രയും റിസ്ക് എടുത്ത്, അത്രയും കഠിനാധ്വാനം ചെയ്ത് പല കിതാബുകളിൽ നിന്നൊക്കെ മുതാല ചെയ്തിട്ടായിരിക്കാം ഉസ്താദിൻ്റെ രചനകൾ. അത് നമുക്ക് വലിയ ആശ്വാസമായിരുന്നല്ലോ. പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്ക്, ഉസ്താദുമാർക്ക്, മുതഅല്ലിമീങ്ങൾക്ക് നമ്മളെപ്പോഴും ദുആ ചെയ്യണം ഉസ്താദിന് വേണ്ടി. ഉസ്താദ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഉസ്താദിൻ്റെ ഗ്രന്ഥരചനയിലൂടെ ഉസ്താദ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ കുട്ടി ദർസ് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദിൻ്റെ രചനകൾ വരുമ്പോൾ ഉസ്താദിനെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, ഉസ്താദിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക. അള്ളാഹു നാളെ ഉസ്താദിനോടൊപ്പം ജന്നാത്തുൻ നഈമിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇൽമു പഠിച്ചാലും അത് പഠിച്ച് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അത് മറ്റുള്ളവർക്ക് നമ്മൾ നൽകി, അഥവാ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത്, അത് രചനയിലൂടെ ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള അധ്യാപനത്തിലൂടെ ആവട്ടെ, എന്തായാലും അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുത്താൽ നമ്മൾ മരിച്ചു പോയാലും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയാലും നമ്മളിവിടെ മരിക്കാതെ നിലനിൽക്കും എന്നുള്ളത് എത്രയോ വലിയ തെളിവുകൾ നമുക്കുണ്ട്.
നമുക്ക് മുമ്പേ നടന്നുപോയ വലിയ വലിയ പണ്ഡിതന്മാർ ഇന്നും അവർ ജീവിച്ചിരിക്കുന്നില്ലേ? അവരനുസ്മരിക്കാത്ത വേദികളുണ്ടോ? എത്ര വലിയ വലിയ ആലിമീങ്ങൾ, മഹാനായ താജുൽ ഉലമയെപ്പോലെ, നമുക്ക് പരിചയമുള്ള നൂറുൽ ഉലമയെപ്പോലെ, കൻസുൽ ഉലമയെപ്പോലെ, ഷംസുൽ ഉലമയെപ്പോലെ, അതുപോലെ റഈസുൽ മുഹഖിഖീൻ ഗനിയത്ത് ഉസ്താദിനെ പോലെ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആലിമീങ്ങൾ, നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് ആലിമീങ്ങൾ ഒക്കെ ഉസ്താദ്, സദഖത്തുള്ള ഉസ്താദ്, പങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെയുള്ള വാളക്കുളം മീരാൻകുട്ടി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ സംസ്ഥയുടെയൊക്കെ വലിയ വലിയ നേതാക്കന്മാർ, അവരൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇങ്ങനെ അവരുടെ ശിഷ്യന്മാരിലൂടെ, അവരുടെ കിതാബുകളിലൂടെ. അവർക്കൊന്നും മരണമില്ല. അവരുടെ ആ ഭൗതിക ശരീരം ഈ ലോകത്തു നിന്ന് മാഞ്ഞു എന്നല്ലാതെ അവരാരും മരിച്ചു പോയിട്ടില്ല. അവരിന്നും അവരുടെ ശിഷ്യന്മാരുടെ നാവിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇൽമ് നമ്മൾ പഠിക്കണം. അത് പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് അൽഹംദുലില്ലാഹ് ഒരുപാട് അവസരങ്ങൾ ഇന്ന് കാലം പുരോഗമിച്ചിട്ടുണ്ട്. ഭൗതിക സമന്വയ വിദ്യാഭ്യാസം നമുക്ക് എല്ലായിടത്തും സാധ്യമാണ്. കേരളത്തിൽ 300-ലധികം കോളേജുകളും ദർസുകളും ഒക്കെ നമുക്ക് അവൈലബിളാണ്, സുലഭമാണ്. എല്ലായിടത്തും ദർസുകളുണ്ട്, കോളേജുകളുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ മക്കൾ അധാർമികതയിലേക്ക് കുപ്പുകുത്തുന്നൊരു കാലത്ത് ആ കോളേജിനും ആ ദർസിനും വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് ഉസ്താദുമാരായ ആളുകൾ LLB എടുക്കുന്നില്ലേ, MBBS എടുക്കുന്നില്ലേ, അതുപോലെ എൻജിനീയർമാരാകുന്നില്ലേ, വലിയ സയൻറ്റിസ്റ്റുകളാകുന്നില്ലേ, വലിയ വലിയ ഉയരുന്ന പൊസിഷനിലേക്ക് എത്തുന്നില്ലേ? നോക്ക് നിങ്ങൾ, എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഭാഗ്യം നമ്മൾ കളയരുത്, ഉപയോഗിക്കുക. നമ്മുടെ മക്കൾ വഴിതെറ്റിൽ പോകാതിരിക്കാൻ, വഴികേടിലേക്ക് പോകാതിരിക്കാൻ, വഴിതെറ്റാതിരിക്കാൻ അവരെ നല്ല നല്ല കലാലയങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുക. ഒരു പക്ഷേ നാളത്തെ സാലിം ബുർഹാനി നിങ്ങളായിരിക്കും. ഒരുപാട് സാലിം ബുർഹാനെ ഈ കേരളത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് സാലിം ബുർഹാനി ഉസ്താദിനെ പോലെ നമുക്കും ആവാൻ കഴിയണം. അതിനായിരിക്കണം നമ്മുടെ പ്രയത്നം. നാഥൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.